കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ളൊരു സംഗതി STPയുടെ പേരിൽ ഇതുവരെ ആരോപിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ പറയുന്നത് തന്നെ വാസ്തവ വിരുദ്ധമാണ്. രാഷ്ട്രീയ പകപോക്കലാണ്. യാതൊരുവിധ തെളിവുമില്ലാതെ നിങ്ങൾ നോക്കി, ഈ രാജ്യത്ത് ഇപ്പോൾ BJP ആണ് ഏറ്റവും കൂടുതൽ കള്ളപ്പണം കയ്യിൽ വച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പണം ഫണ്ട് ശേഖരിക്കുന്നത് BJP ആണ്. BJPക്കെതിരെ ഫാസിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഏത് പ്രസ്ഥാനമാണോ ഏത് വ്യക്തികളാണോ അവർക്കെതിരെ എന്ത് ചെയ്യുന്നു? പകപോക്കൽ രാഷ്ട്രീയം നടത്തുന്നു, ED ഉപയോഗിക്കുന്നു. നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള SDPI ഓഫീസുകളിൽ ഇപ്പോൾ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഡൽഹിയിൽ ഉൾപ്പെടെ ഈ ഒരു SDPIയുടെ ആസ്ഥാനത്ത് ഉൾപ്പെടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെ തിരുവനന്തപുരത്തും റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിലാണ് SDPI പ്രവർത്തകർ നമുക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ED ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ EDക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറത്തുള്ള ഒരു SDPI നേതാവിനെ ED കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ രാജ്യത്തുള്ള 12 ഇടങ്ങളിലായി ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. കേരളത്തിൽ 3 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. തിരുവനന്തപുരത്തും മലപ്പുറത്തും ഉൾപ്പെടെയാണ് റെയ്ഡ് നടക്കുന്നത്. ഈ തിരുവനന്തപുരത്തെ റെയ്ഡിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി SDPI പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് എന്ന ആരോപണത്തിലാണ് ഇപ്പോൾ EDയുടെ റെയ്ഡ് നടക്കുന്നതിൽ രാഷ്ട്രീയ പശ്ചാത്തലം എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്ന പകപോക്കൽ രാഷ്ട്രീയമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ളൊരു സംഗതി STPയുടെ പേരിൽ ഇതുവരെ ആരോപിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ പറയുന്നത് തന്നെ വാസ്തവ വിരുദ്ധമാണ്. അത് ഈ എല്ലാ വർഷവും കൃത്യമായ ആഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയും സംവിധാനവുമാണ് പാർട്ടിക്കുള്ളത്. വളരെ സുതാര്യമാണ് പാർട്ടിയുടെ ഫണ്ട് ശേഖരണവും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ. ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് BJP സർക്കാരിനെതിരെ, ഈ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ BJP നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം STPI ആണ്. STP ഇപ്പോൾ ഇന്ന് 20ഓളം സംസ്ഥാനങ്ങളിൽ വളരെ സാന്നിധ്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്ന വഖഫ് സംരക്ഷണ സമ്മേളനങ്ങൾ ഇന്ത്യയിലെ വിവിധ ബീഹാർ അടക്കം രാജസ്ഥാനിൽ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ, കർണാടകയിൽ, കേരളത്തിലെ 2 സ്ഥലങ്ങളിൽ ജനലക്ഷങ്ങളാണ് ഈ വഖഫ് സംരക്ഷണ സമ്മേളനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. കാരണം ഇത് യഥാർത്ഥത്തിൽ അന്യായമായ ഒരു ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ലാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇത് രാജ്യവ്യാപകമായി BJPക്കെതിരെ, BJPയുടെ ഈ ബില്ലിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിച്ച ഏക പ്രസ്ഥാനം STPI മാത്രമാണ്. അപ്പോൾ ഇതിലൊരു ആശങ്കയും ഈ സമരം വളരെ വ്യാപകമായി ശക്തിപ്പെട്ട് ജനങ്ങളെ ഏറ്റെടുക്കുമോ എന്നും അതിന് STP നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടുള്ള ആശങ്കയും അവരുടെ ഒരു വെപ്രാളവുമാണ് ഇപ്പോഴുള്ള. ആദ്യം തുടക്കത്തിൽ STPയുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. അത് യാതൊരുവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ, എപ്പോഴോ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കേസിൽ, അതിൽ പലർക്കും ജാമ്യം കിട്ടപ്പെട്ട കേസിൽ എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു. രാഷ്ട്രീയ പശ്ചാത്തലം വൈരാഗ്യമുണ്ട്. രാഷ്ട്രീയ പകപോക്കലാണ്.
യാതൊരുവിധ തെളിവുമില്ലാതെ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് തന്നെ കോടതിയിൽ ഹാജരാക്കിയാൽ അപ്പോൾ തന്നെ ജാമ്യത്തിൽ വിടപ്പെടുന്ന ഒരു കേസാണ്, ഒരു സംഗതിയാണ് അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്. അതിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി നിൽക്കുന്ന എല്ലാവരും അതിനുശേഷം ആണ് എന്ത് ചെയ്യുന്നത്, ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ പകപോക്കൽ രാഷ്ട്രീയമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കി, ഈ രാജ്യത്ത് ഇപ്പോൾ BJP ആണ് ഏറ്റവും കൂടുതൽ കള്ളപ്പണം കയ്യിൽ വച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പണം ഫണ്ട് ശേഖരിക്കുന്നത് BJP ആണ്. കൊടകരയിൽ കേരളം കണ്ട ഏറ്റവും വലിയ പണവേട്ടയായിരുന്നു, പണമിടപാടായിരുന്നു കൊടകരയിൽ നടന്നത്. ഇവിടെയൊന്നും ED അന്വേഷണം നടത്തുന്നില്ല. BJPയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരോ അവർക്ക് ഫണ്ട് കൊടുക്കുന്ന ബിസിനസ്സുകാരോ സ്ഥാപനങ്ങളോ ഒന്നും ഇവിടെ നടത്തുന്ന പണമിടപാടുകളെക്കുറിച്ചൊന്നും അന്വേഷണമില്ല. അന്വേഷണം BJPക്കെതിരെ ആരെങ്കിലും നിലപാട് സ്വീകരിച്ചാൽ STP അടക്കമുള്ള വിവിധ പ്രസ്ഥാനങ്ങൾക്കെതിരെ, BJPക്കെതിരെ ഫാസിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഏത് പ്രസ്ഥാനമാണോ ഏത് വ്യക്തികളാണോ അവർക്കെതിരെ എന്ത് ചെയ്യുന്നു, പകപോക്കൽ രാഷ്ട്രീയം നടത്തുന്നു. ED ഉപയോഗിക്കുന്നു, NIA ഉപയോഗിക്കുന്നു, CBI ഉപയോഗിക്കുന്നു, വിവിധ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു. ഇത് ഒരു പകപോക്കൽ രാഷ്ട്രീയമാണ്, പകൽ പോലെ വെളിച്ചമാണ്. ഇതൊരു അസത്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതായത് BJPക്ക് നമ്മളെ ഒരു വളർച്ച അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അവർക്കെതിരെ ഒരു നിലപാടുകളെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പകപോക്കൽ രാഷ്ട്രീയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ BJPക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനം. ഇപ്പോൾ കോൺഗ്രസ് പോലെ ഒരു മയപ്പെടുത്തിയ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളാണ് നിർവഹിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിതുകൾക്കെതിരെയും നടക്കുന്ന വേട്ടകളോ ഈ വഖഫ് വിഷയത്തിലധികം ശക്തമായ നിലപാട് കോൺഗ്രസിനുണ്ടായിരുന്നില്ല. അപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ പകപോക്കൽ രാഷ്ട്രീയം നിന്ന് പകൽ പോലെ വെളിച്ചമാണ്. എന്തായാലും ഇപ്പോൾ രാജ്യത്തിൻ്റെ 12 ഇടങ്ങളിലായി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. EDയുടെ SDPക്കാർ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഒരു പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാണ് BJPയും കേന്ദ്ര നേതൃത്വവും ഇങ്ങനെ തങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് SDPI നേതാക്കൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.